ഇനി നമ്മൾ കോഴിക്കോടേക്ക് പോകുന്നു. അവിടെയും രാത്രി 24 പുലർന്നു കഴിഞ്ഞു. 2024 കോഴിക്കോട് നഗരവും കാലെടുത്ത് വെച്ച് കഴിഞ്ഞു. ലോകമെമ്പാടും ആളുകൾ പുതുവത്സരത്തെ വരവേൽക്കാൻ വേണ്ടി വരവേറ്റ് കഴിഞ്ഞു അല്ലേ? വരവേറ്റ് കഴിഞ്ഞു. എല്ലാവർക്കും ആഘോഷ തിമിർപ്പിലാണ്. അപ്പൊ ദീപക് ധർമ്മടം ചേരുന്നു ഗോകുലം ഗലേറിയ മാളിൽ നിന്ന്. അപ്പൊ ദീപക്, കോഴിക്കോട് എന്താണ് വളരെ പെട്ടെന്ന് പറഞ്ഞാൽ? ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ 2024. ആവേശത്തിന്റെ ലഹരികളാണ്. ഹാപ്പി ന്യൂ ഇയർ. ഈ ദൃശ്യങ്ങൾ കാണുന്നില്ലേ? ഇത് തന്നെയാണ് ഒരുപക്ഷെ ഫോർട്ട് കൊച്ചിയെ, കോവളത്തെ ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് കോഴിക്കോടിന്റെ വൈബ് ഇങ്ങനെയാണ്. എങ്ങനെയാണ്? ദീപ കുറച്ചുകൂടെ സ്പീഡ് കൂട്ടിക്കോ, വയറത്തിന് കുറയട്ടെ. താങ്ക് യു ദീപക് ധർമ്മടം. കോഴിക്കോട് ഗോകുലം ഗലേറിയ മാളിൽ നിന്നാണ് ദീപക് ധർമ്മടന്റെ ഈ തുള്ളൽ പ്രേക്ഷകർ കണ്ടത്. അപ്പൊ അല്ലേ, നിലവാരം ഉണ്ടായിരുന്നു. മാത്രമല്ല എനിക്കൊന്ന് പ്രേക്ഷകരും ആഗ്രഹിച്ചു കാണും ഈ തുള്ളൽ തുടരട്ടെ, കാരണം ഈ തുള്ളലിലൂടെ അദ്ദേഹത്തിന്റെ തടി കുറയട്ടെ എന്നായിരിക്കും ആൾക്കാർ വിചാരിക്കുന്നത്. വളരെ സന്തോഷം. താങ്ക് യു. പ്രിയപ്പെട്ട മൈ ഡിയർ വ്യൂവേഴ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും 2024 ആശംസകൾ അല്ലേ? ഇനി നല്ല വർഷമാകട്ടെ. അപ്പൊ ആഷ്മി, എന്താ 2024 കുറിച്ച് നമുക്കിനി പ്രേക്ഷകരോട് പറയാനുള്ളത്? നമ്മൾ ഏറ്റവും ഗംഭീരമായി പോകാൻ പോകുന്ന, ഈ പറഞ്ഞ പോലെ ഏറ്റവും ശാന്തിയും സമാധാനം എന്ന് പറഞ്ഞാൽ വളരെ സ്മാർട്ടായി മൂവ് ചെയ്യാൻ പോകുന്ന ഒരു വർഷമാണ് 2024. എല്ലാവിധ വിജയങ്ങളും എല്ലാവിധ ഐശ്വര്യങ്ങളും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമുക്കൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഒരുപോലെ ആഗ്രഹിക്കുകയും ആശംസിക്കുന്നു. നേരത്തെ പറഞ്ഞിരുന്നു, ഈ നമുക്ക് ലോകത്തു നിന്ന് നല്ല വാർത്തകൾ മാത്രം നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാവട്ടെ എന്നതാണ് നമ്മളുടെ ഒരു സങ്കല്പം. അത്തരം ഒരു സങ്കല്പത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ 2024 കാലെടുത്ത് വെച്ചത്. സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ഒക്കെ വാർത്തകൾ മാത്രം നൽകാൻ കഴിയുന്ന തരത്തിലേക്ക് ലോകം മാറട്ടെ എന്ന് ഈ വർഷം ഈ സമയത്ത് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. അതുണ്ടാകുമെന്ന് കരുതാം. ആ പ്രതീക്ഷയാണ് നമ്മളെ ഈ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. നല്ല വാർത്തകൾ മാത്രം ഉണ്ടാകട്ടെ ലോകത്ത് മുഴുവൻ. വിജയ അലമീനും കൂടി നമുക്കൊപ്പം ചേരുന്നു. എല്ലാ പ്രേക്ഷകർക്കും 24ന്റെയും ഫ്ലവേഴ്സിന്റെയും പുതുവത്സര ആശംസകൾ നമ്മൾ നേരുന്നു. അലമീൻ കൂടി നമുക്കൊപ്പം. ശരിക്കും നമ്മൾ 24നൊപ്പം എന്ന് വേണം പറയാൻ അല്ലേ? ഇപ്പോൾ 24നൊപ്പം 2024 വർഷത്തിനൊപ്പം നമ്മൾ ചേർന്നു. ലോകം 24ലേക്ക് കടന്നിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പുതിയ വർഷം എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് പ്രവചനാതീതമാണ്. പക്ഷേ നല്ലത് വരട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. അല്ലമീൻ, നമുക്ക് പറയൂ. അല്ലമീൻ, അവിടെയും തുള്ളലാണ്. ധർമ്മടത്തിന്റെ വഴിയിൽ തന്നെയാണ് അല്ലമീനെന്ന് തോന്നുന്നു. തുള്ളിക്കോളൂ 12 മണി കഴിഞ്ഞ സമയം, ഇനി പേടിക്കാനില്ല. 2014 കളയണ്ട, 24ലേക്ക് പോയിട്ട് ആ രീതിയിൽ ആവേശം മലനല്ലുന്ന ഒരു സാഹചര്യം തന്നെയാണ് കോവളത്ത് ഉള്ളത്. എങ്ങനെയുണ്ട് ആഘോഷമൊക്കെ? വർഷമല്ലേ, തകർക്കണ്ടേ? അടിപൊളിയായിരുന്നു, നല്ലായിരുന്നു. 2023 യാത്രയാക്കിയിരിക്കുകയാണ്. 2024 ആഘോഷപൂർവ്വം ആവേശപൂർവ്വം വരവേറ്റിരിക്കുന്നു മലയാളികൾ, വിദേശികൾ ഉൾപ്പെടെയുള്ളവർ കോവളത്ത്. അതൊരു ആഘോഷ തീരമായി കോവളം മാറുന്നൊരു കാഴ്ചയാണ് കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. തകർത്താടിക്കൊണ്ട് ആഹ്ലാദ നിമിഷത്തിൽ ആറാടിക്കൊണ്ടാണ് ഇപ്പോൾ മീഡിയ വണിലെ ഷിജോ കൂടി എന്നോടൊപ്പം ചേർന്നുണ്ട്. ഷിജോ, എങ്ങനെയുണ്ട് ഈ വർഷം? 2023 അടിപൊളിയായിരുന്നു. 2023 എനിക്ക് എന്നെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷത്തിൻ്റെയും ഒരുപാട് പറയാനുണ്ട്, പക്ഷേ അതൊന്നും പറയുന്നില്ല. 2024 അങ്ങനെ തന്നെ ആവട്ടെ. ഷിജോ മൈക്കും കൊണ്ട് വലിയ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കുറെ നേരമായിട്ട്. അങ്ങനെ ഷിജോ മാത്രമല്ല, ഇവിടെയുള്ള മുഴുവൻ ജേർണലിസ്റ്റുകളും ഈ രീതിയിൽ ആഘോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഈ ആവേശത്തിൽ അലിഞ്ഞുകൊണ്ട് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും ആഘോഷം അലതല്ലുന്നൊരു കാഴ്ച, പുതിയ വർഷത്തെ ആവേശത്തോടു കൂടി വരവേൽക്കുന്ന ഒരു കാഴ്ച. എല്ലാവരും പ്രായഭേദമന്യേ, കുട്ടികളെന്നോ വലിയവരെന്നോ ദേശഭാഷ വ്യത്യാസമൊന്നുമില്ലാതെ മുഴുവൻ പേരും ആഘോഷം അലതല്ലി ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനാകുന്നത്. എല്ലാ തരത്തിലുള്ള ആവേശവും ഇവിടെ നമുക്ക് കാണാം. ഫുൾ ഫോമിലാണ് എല്ലാവരും, എല്ലാ അർത്ഥത്തിലും ഫോമിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. വൈകുന്നേരം മുതൽ തുടങ്ങിയ ആഘോഷമാണ്. ഓരോ ഇടങ്ങളിലും ശക്തമായിട്ടുള്ള രീതിയിലുള്ള ഈ വിധത്തിലുള്ള ക്രമീകരണങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ, ആഘോഷ പരിപാടികളൊക്കെ തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട്. പാട്ടും ഡാൻസും നൃത്തച്ചുവടുകളും ഒക്കെ ആയിട്ടാണ് 2023 യാത്രയാക്കിയതും 2024 വരവേറ്റതും. നമ്മുടെ ക്യാമറാമാൻ ജിനു ഈ വിഷ്വലെടുത്ത
നോക്കുമ്പോൾ ഡാൻസ് കളിക്കുന്നവർ ജിനുവിനെ ഓരോ ഭാഗത്തേക്കായി തട്ടിത്തെറിപ്പിക്കണം. കുറെ നേരം കൊണ്ട് നോക്കുമ്പോൾ ജിനുവും തുള്ളിച്ചാടി നിൽക്കുകയാണ്. ഞാൻ കരുതി ഡാൻസ് കളിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഓരോ ഭാഗത്തേക്ക് തിരിയുമ്പോഴും ഓരോരുത്തരായി ജിനുവിനെ കയ്യും കാലും കൊണ്ട് തൂക്കിയെറിയുന്നൊരു കാഴ്ച, അതിൽ താളം പിടിച്ച് വിസിലെടുക്കുന്ന ഒരു ജിനുവിനെയാണ് നമ്മുടെ ക്യാമറാമാനെ നമുക്കിങ്ങനെ അവിടെ കാണാം. അങ്ങനെ മുഴുവൻ പേരും ആഘോഷ ലഹരിയിൽ ആറാടുന്ന ഒരു കാഴ്ച തന്നെയാണ് കോവളത്ത് കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡിജെയും പാട്ടും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ അങ്ങോട്ട് പറയുമ്പോൾ അതിന്റെ മ്യൂസിക്കും ഒക്കെയായി അതിഗംഭീരമായിട്ടുള്ള വളരെ വൈബുള്ള ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു ആഘോഷ രാവാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തിരുവനന്തപുരത്ത് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. എല്ലായിടത്തും ആഘോഷത്തിന്റെ സന്തോഷത്തിന്റെ കാഴ്ചകളാണ് വരുന്നത്. ജനങ്ങൾ എല്ലായിടത്തും പൊതുയിടങ്ങളിലൊക്കെ ഒരുമിച്ച് കൂട്ടമായി വന്ന് പുതുവർഷത്തെ വളരെ സന്തോഷത്തോടെ വരവേൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. മാനവീയം വീതിയിൽ ഒരിക്കൽ കൂടി പോകുന്നു. സലീം മാലിക് അവിടെ ഉണ്ട്. സലീം, എന്താണ് അവിടെ വലിയ ആഘോഷമായിരിക്കുമല്ലോ, എല്ലായിടത്തൊന്നും ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. മാനവീയം വീതിയിലും അത് തന്നെ, ആ കാഴ്ച തന്നെയാണല്ലോ അല്ലേ? കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു. മാനവീയ വീതിയിൽ നിന്നാണ് സലീം മാലിക് വിവരങ്ങൾ നൽകുന്നത്. മാനവീയ വീതിയിലടക്കം വലിയ ആഘോഷമാണ്. സലീമെ കേൾക്കാവോ? ഇല്ല, ഓഡിയോ കംപ്ലൈന്റ് ആണ്. മാനവീയ വീതിയിൽ നിന്നാണ് സലീം മാലിക് വിവരങ്ങൾ നൽകുന്നത്. അല്പസമയത്തിനകം ശരിയാക്കാൻ കഴിയുന്നത്. എന്തായാലും മാനവീയ വീതിയിലാവട്ടെ, കോവളത്താവട്ടെ, ഫോർട്ട് കൊച്ചിയിലാവട്ടെ, കോട്ടയത്താവട്ടെ, എല്ലാ സ്ഥലങ്ങളും വലിയ തോതിലുള്ള വലിയ ആഘോഷങ്ങളിലേക്ക് പോവുകയായിരുന്നു. പുതിയൊരു വർഷത്തെ സ്നേഹപൂർവ്വം വരവേൽക്കുകയാണ്. ഈ പറയുന്നത് പോലെ എല്ലാവരും ഇല്ല. ഓഡിയോ വർഷമുണ്ട്. സലീമെ കേൾക്കാവോ? സലീമെ കേൾക്കാം. എന്താ മാനവ്യത്തിന്റെ വൈബെന്താ? മാനവ്യത്തിന്റെ വൈബ് പറ. കേൾക്കാം. ഹാഷ്മി, മാനവീയം തകർക്കുകയാണ്, അടിച്ചു പൊളിക്കുകയാണ്. അവസാന അതിൻ്റെ ഒരു കൊട്ടിക്കലാശത്തിലേക്ക് പോകുമ്പോഴും ഇവിടെ നിന്നും സുഹൃത്തുക്കളൊപ്പം വിദേശത്തോ മറ്റാണ് ഇവിടെ എത്താൻ കഴിയാത്ത സുഹൃത്തിനോടൊക്കെ ആഘോഷിക്കുന്ന മനുഷ്യരെ കാണാം. അങ്ങനെ അത് മാനവീയം ഏറ്റവും അവസാന മണിക്കൂറുകൾ അത് കളർഫുൾ ആക്കുകയാണ്. ഏറ്റവും അവസാനവും നൃത്തം ചെയ്ത് അടിച്ചു പൊളിച്ച് ആഘോഷിക്കുകയാണ്. എന്നാൽ പോലീസ് ഏറെക്കുറെ ഇതിനെ മാനവീയത്തെ ഒരു പ്രശ്നസാധ്യതയുടെയൊക്കെ പശ്ചാത്തലത്തിൽ പോലീസ് ഇവിടേക്ക് ഒരു നിയന്ത്രണം കൊണ്ടുവരികയാണ്. അവരെയൊക്കെ പിരിച്ചുവിടാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. എന്തായാലും മാനവീയത്തെ ആഘോഷത്തിന് ഹാപ്പി ന്യൂ ഇയർ. അങ്ങനെ ഒരു ഉത്സവം, ഒരു അക്ഷരാർത്ഥത്തിലുള്ള ഒരു ഉത്സവാന്തരീക്ഷത്തിലാണ് മാനവീയം ഉണ്ടായിരുന്നത്. ഇപ്പോൾ പോലീസ് അവരെല്ലാവരെയും ഇവിടെ നിന്നും പിരിച്ചുവിടുകയാണ്. കാരണം മാനവീയത്തെ മുൻകാലത്തെ ചില പ്രശ്നങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ കൃത്യം 12 മണി പോലീസ് പോയി മാനവീയത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. പതുക്കെ പൊക്കോ എന്ന് പറയുന്നത് സൗഹൃദത്തോടാണ് പറയുന്നത്. അപ്പോൾ മാനവീയ വീതിയിൽ നമുക്ക് ഇന്ന് പോലെ ചെറിയ അടിപൊട്ടലൊക്കെ ഉണ്ട്. ഇത്തവണ എന്തായാലും അങ്ങനെ ഉണ്ടായില്ല. ഇത്രയധികം ആളുകൾ ഉണ്ടായിട്ടും അങ്ങനെയൊന്നും ഉണ്ടായില്ല. എന്നാൽ വലിയ ഭീകരമായ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഇപ്പോൾ പതിയെ അവരെ പിരിച്ചുവിടാനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടക്കുകയാണ്. മാനവീയ വീതിയിൽ ഫോർട്ട് കൊച്ചിയിലൊക്കെ, കോട്ടയത്ത് ഇതുവരെ കാണാത്ത വലിയ ആഘോഷം അവിടെ ഉണ്ടായി. അവിടെ പാപ്പാജിക്ക് പപ്പാജി കത്തിയെരിഞ്ഞു. അവിടെ വലിയ ആഘോഷം. കൊച്ചിൻ കാർലവന് വെല്ലുവിളിയാകുമെന്നുള്ളതാണ് പറഞ്ഞത്. ടോബി ചേരുന്നുണ്ട് അവിടുന്ന്. ടോബി, കോട്ടയത്ത് ആഘോഷം അവസാനിപ്പിച്ചോ അതോ പുലരുവോളം തുടരുമോ? അതായത് 2023 ആവേശം ആഘോഷം കഴിഞ്ഞു. ഇപ്പൊ 2024 ആഘോഷമാണ്. നമുക്ക് കാണാം, ഇവിടെ അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് കോട്ടയത്തെ? എങ്ങനെയുണ്ട് കോട്ടയം കാർണിവൽ? അടിപൊളി. അടിപൊളി കാർണിവലിനെ വെല്ലുവിളിച്ച് കോട്ടയക്കാരനെ നടത്തിയിരിക്കുകയാണ്. ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. വിജയേട്ട ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. പെൺകുട്ടികളടക്കം ഇവിടെ ഡാൻസ്, മോളെ ഡാൻസ് കളിക്കണം. പേരെന്നാ? ഒരു ഡാൻസ് കളിച്ചോ? നീകറിന്റെ ചുമ്മാ കളിച്ചോ? ഇത്രയും നേരം കളിച്ചാ, പക്ഷെ ഇപ്പൊ കളിക്കുന്നില്ല കേട്ടോ. എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് കോട്ടയംകാര്. പാപ്പാജിയെ കത്തിച്ചു. 40 അടിയുള്ള പാപ്പാജിയായിരുന്നു. അതിനെ കത്തിച്ചു. വലിയ വെടിക്കെട്ട്, അതുപോലെ തന്നെ ഗാനമേള, DJ പാർട്ടി, അങ്ങനെ വലിയ പരിപാടികൾ ഉണ്ടായിരുന്നു. എന്തായാലും പരിപാടി ഇപ്പോൾ അവസാന നിമിഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആളുകളെല്ലാം പോയി തുടങ്ങിയിരിക്കുന്നു. കുടുംബാംഗങ്ങളുണ്ടായിരുന്നു, സ്ത്രീകളുണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു. അവരെല്ലാം തന്നെ ഈ പുതുവത്സരത്തെ വരവേറ്റതിന് ശേഷം വീടുകളിലേക്ക് മടങ്ങുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്തായാലും 2024 ആഘോഷം തന്നെയാണ് ഇപ്പോൾ കോട്ടയത്തും നടക്കുന്നത്. ഇനി പുലരുവോളം, ഒരുപക്ഷെ ഈ വീതിയിൽ പുലരുവോളം ഈ ഒരു ആവേശം ഇതുപോലെ തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്രത്തോളം ആവേശമായിട്ടുള്ള ഒരു പുതുവത്സരം തന്നെയാണ് ഇപ്പോൾ പുലർന്നിരിക്കുന്നത്. എന്തായാലും കോട്ടയംകാരും ആവേശത്തിലാണ്. കോട്ടയം കാർണിവൽ
എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കോട്ടയത്തു നിന്നുള്ള ദൃശ്യങ്ങൾ, കോട്ടയത്ത് വലിയ ആഘോഷമായിരുന്നു. കൊച്ചി കാർണിവലിനെ പോലെ കോട്ടയത്ത് ഒരു കാർണിവൽ ഉണ്ട്. ആ കാർണിവൽ ഇങ്ങനെ സജീവമായി വരുന്നുണ്ട്. ഇത്തവണ അത് കുറെ കൂടി ഗംഭീരമായി അവിടെ സംഘടിപ്പിക്കുകയും ചെയ്തു. അവിടെ പാപ്പാഞ്ഞിയെ കത്തിച്ച് പോയ വർഷത്തിൻ്റെ ദുരിതം മുഴുവൻ തീർന്നു. പുതിയ വർഷത്തിലേക്ക് വളരെ സന്തോഷത്തോടെ കാലെടുത്ത് വയ്ക്കുന്നു എന്ന പ്രതീക്ഷയിൽ എല്ലാവരും ആഘോഷരാവിൽ നിന്ന് മടങ്ങുകയാണ്. കോട്ടയത്ത് അങ്ങനെ കോട്ടയത്തും എല്ലാ ജില്ലകളിലും ഇത്തരം കാഴ്ചകൾ നമുക്ക് കാണാം. തിരുവനന്തപുരത്തും കോഴിക്കോട്ടും കോട്ടയത്തും അങ്ങനെ കോട്ടയം കാർണിവൽ എന്നുള്ള നിലയ്ക്ക് പയ്യെ പിച്ചു വെച്ച് വരുന്നു. അതിനെ അവർ വളർത്തിയെടുക്കുന്നു. കുറച്ച് ഒരു സമ്പദ് വ്യവസ്ഥ ഒക്കെ ഉണ്ടാകുമല്ലോ. ഉറപ്പായും ഇത്തരത്തിൽ ഒരു വലിയ കാർണിവലിലേക്ക് ഡെവലപ്പ് ചെയ്തെടുത്താൽ അതിൻ്റെ ഗുണഫലങ്ങൾ നാടിന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ തന്നെ ശരിയായ ദിശയിൽ അവർ മുന്നോട്ട് പോകുന്നു. എന്നാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോഴും തുടരുകയാണ്. പല സ്ഥലങ്ങളിലും നേരം പുലരുവോളം ഈ ആഘോഷങ്ങൾ തുടരുമെങ്കിലും മിക്ക സ്ഥലങ്ങളിലും കുടുംബാംഗങ്ങളടക്കമുള്ളവർ ഈ സമയം കഴിയുമ്പോഴേക്കും മടങ്ങുക.